ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ബാക്ക് ടു സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ടുള്ള പുതിയ പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്രാവശ്യം സ്കൂളിലേക്ക് വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. ഇനി സ്കൂൾ തുറക്കാനായിട്ട് ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു ആകാംക്ഷയിലായിരിക്കും അല്ലേ. പുതിയ ബാഗും ബുക്കും പുസ്തകവും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാനായിട്ട് എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു വർഷം സ്കൂളിലേക്ക് വാങ്ങിയിട്ടുള്ള പുതിയ ഐറ്റംസ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കണ്ടിഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മൾ സ്കൂളിലേക്ക് ഇത്തവണ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴ സമയമൊക്കെ ആയതുകൊണ്ട് സ്കൂൾ ഷൂ അലൗഡ് അല്ലല്ലോ. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ബുക്കും പുസ്തകമൊക്കെ കവർ ചെയ്യാനായിട്ട് ബ്രൗൺ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല തരത്തിലുള്ള ബ്രൗൺ പേപ്പർ അവൈലബിൾ ആണല്ലോ. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതും അതുപോലെ കളറിൻ്റെയൊക്കെ അവൈലബിൾ ആണ്. ചില സ്കൂളുകൾ നമുക്ക് ഇങ്ങനെ കളറിൻ്റെ ബ്രൗൺ പേപ്പറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതാ നോർമലായിട്ടുള്ള ബ്രൗൺ പേപ്പറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ലഞ്ച് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാസ്ട്രോൾ ടൈപ്പിൽ വരുന്ന ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ഒരുപാട് അങ്ങനെ ഹെവി ഡിസൈനോ കളറോ ഒന്നും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല നമ്മൾ ലഞ്ച് ബോക്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള കാസ്ട്രോൾ ടൈപ്പിൽ ലഞ്ച് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു പാത്രവും കൂടി ഇതിൽ അറ്റാച്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ള ലഞ്ച് ബോക്സ്. നമ്മൾ മുന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ ഹെൽത്തിന് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് കാസ്ട്രോളിൻ്റെ ലഞ്ച് ബോക്സ് ആണ് ഇത്തവണ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലഞ്ച് ബോക്സ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് പൗച്ചാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വൈറ്റ് ആൻഡ് പിങ്ക് കോംബോ വരുന്നൊരു പൗച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു പെൻസില്, സ്കെയില്, റബ്ബർ, കട്ടർ അങ്ങനെ നോർമലായിട്ട് ഓരോ പീസ് ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാം. ഒരുപാട് അങ്ങനെ വീതിയുള്ള ടൈപ്പൊന്നുമല്ല, നോർമൽ ടൈപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പെൻസിൽ ബോക്സിന് പകരം പൗച്ചാണ് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റ്. അപ്പം ഇത്തവണ എന്തായാലും പൗച്ച് മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൗച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ബോട്ടിലാണ് കേട്ടോ. ബോട്ടിൽ ഇതുപോലെ ഈ സ്ക്വയർ ടൈപ്പ് വരുന്നൊരു ബോട്ടിലും പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ബോട്ടിലും എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ സ്റ്റീലിൻ്റെ ബോട്ടിലും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറിയും തിരിഞ്ഞൊക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 ടൈപ്പിലത് വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ബോട്ടിൽ തന്നെ അങ്ങനെ കൊടുത്തു വിടണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ വാഷ് ചെയ്തിട്ട് 1-2 ദിവസം കൂടുമ്പോഴേക്കും മാറ്റിയും തിരിച്ചുമൊക്കെ യൂസ് ചെയ്യാനായിട്ട് 2-3 ടൈപ്പിൽ അതങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്, സ്ക്വയർ ടൈപ്പിൽ. നമുക്ക് ഒരുപാട് അങ്ങനെ സ്പേസ് വേണ്ടി വരത്തില്ല ഈ ഒരു ബോട്ടിൽ കൊണ്ടുപോകാൻ നേരം. നമ്മുടെ ലഞ്ച് ബാഗിലേക്ക് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളും. ടിഫിൻ ബോക്സും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽസ് എല്ലാം. 3 ടൈപ്പിലാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ കുട വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുട പിന്നെ തീമിൽ വരുന്ന കുടയാണ് കേട്ടോ. ഈ സ്പൈഡർമാൻ അതുപോലെ തന്നെ ഹൾക്ക് അങ്ങനെ കാർട്ടൂൺ തീംസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ എല്ലാം വാങ്ങിച്ചിട്ടുള്ള കുടയാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഓപ്പൺ ആയിട്ട് വരുന്ന കുടയാണ്. അപ്പം ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കേടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു ബട്ടൺ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കുട അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലോണം കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കുട യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുട. പിന്നെ റെയിൻ കോട്ടാണ് കേട്ടോ. റെയിൻ കോട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ വെയിറ്റുള്ള ടൈപ്പ് റെയിൻ കോട്ടൊന്നുമല്ല, സിംഗിൾ പീസ് റെയിൻ കോട്ടാണ്. ഇതും ബാഗിലൊക്കെ അങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈസി ആയിട്ടുള്ള റെയിൻ കോട്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്സ് അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിഫോമിൻ്റെ ബുഷസൊക്കെ ഇങ്ങനെ കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി ഇതൊക്കെ ആവശ്യമായിട്ടുണ്ടല്ലോ. എന്തായാലും 1-2 ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരെണ്ണം എന്തായാലും അഴുക്കാകും. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റിയും തിരിച്ചും യൂസ് ചെയ്യാനായിട്ട് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ ക്ലിപ്സും പല ടൈപ്പിലുള്ളതും വാങ്ങിച്ചിട്ടുണ്ട്. യൂണിക്കോൺ തീമിലുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ടൈപ്പിലുള്ളത്. പിന്നെ ടിക് ടാക്ക് ഉണ്ടല്ലോ നമ്മുടെ നോർമലായിട്ട് സ്കൂളിൽ ഡെയിലി യൂസിന് പറ്റുന്ന, അതുമൊക്കെയാണ് കുറച്ച് ഹെയർ ക്ലിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇറേസറും ഷാർപ്നറും ഒന്നിച്ചിങ്ങനെ അറ്റാച്ചായിട്ട് വരുന്ന ഒരു കോംബോ ആണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കിങ്ങനെ ഒരു പീസായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതും 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടി കളറായിട്ട്. പിന്നെ ഇതും ഒരു ഇറേസർ മോഡൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പല ടൈപ്പിലുള്ള ഇറേസറും അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഈ ഒരു 2 ടൈപ്പാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂളിൽ പോകാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇതുപോലെയൊക്കെ വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടത്തോടു കൂടി സ്കൂളിൽ പോകാനൊക്കെ ഇഷ്ടമായിരിക്കും. പിന്നെ സ്കെച്ച് പെൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ടൈപ്പ് പെൻസിലാണ് കേട്ടോ. നമുക്കിങ്ങനെ ആ ഒരു മുത്തിങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ
പേന പെൻസിൽ ടൈപ്പ് ഒരു ടൈപ്പ് പെൻസിലാണിത്. അപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവർക്ക് ഇന്നേഴ്സും അതുപോലെ തന്നെ ടവലും പിന്നെ ലഞ്ച് ടർക്കിയൊക്കെയാണ് വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പുതിയ സ്കൂൾ വർഷത്തിൽ വാങ്ങിച്ചിട്ടുള്ള കുറേ ഐറ്റംസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകുക. നമുക്ക് പുതിയ വീഡിയോയും വ്ളോഗും ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.